ഇന്നലത്തെ തെറ്റുകൾ ആവർത്തിക്കാതെ അവയെ തിരുത്തിക്കൊണ്ടും നല്ലൊരു നാളെ മുന്നിൽ കണ്ടുകൊണ്ടും ഇന്നിനെ നന്നായി ജീവിക്കുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും തീരുമാനത്തോടും നല്ല മനസ്സോടും കൂടി നമുക്ക് ഒരു ദിവസം ആരംഭിക്കാം. ഒരു ദിവസം എങ്ങനെ ആരംഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്നത്തെ ജീവിതവും എന്ന് നമ്മൾ ചെറുപ്പത്തിലെ കേട്ടിട്ടുള്ളതാണ്. ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ തക്കവണ്ണമുള്ള മനസ്സാണ് വളരെ പ്രധാനപ്പെട്ടത്. whether we want and whether we are willing. ഈ want and be willing ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പലരും പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, നന്നാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. പലപ്പോഴും മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ നടന്നില്ല. എന്തെങ്കിലുമൊക്കെ നന്നാവും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇതെല്ലാം ഒരു ആഗ്രഹത്തിൻ്റെ തേങ്ങൽ മാത്രമാണ്. എവരിബഡി വാണ്ടഡ് എ ചേഞ്ച്, എവരിബഡി വാണ്ടഡ് ടു ബി ചേഞ്ച്ഡ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, മാറുമെന്നുള്ള പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. മാറേണ്ടത് അവരുടെ ആവശ്യവുമായിരുന്നു. മാറ്റം ആവശ്യമായിരുന്നെങ്കിലും മാറണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മാറ്റം മാത്രം നടന്നില്ല. കാരണം ഈ ആവശ്യക്കാരൻ്റെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് ആ മാറ്റത്തിന് വേണ്ടി മനസ്സ് വയ്ക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഹി വാസ് നോട്ട് വില്ലിങ് ടു ബി ചേഞ്ച്ഡ്. ഇതിൻ്റെ ഒരു വളരെ ക്ലാസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടൊരു ഉദാഹരണം ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട് ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് സുഖം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് അത്ഭുതം കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത്ഭുതത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് കരുതിക്കൊണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി അവിടെ കിടക്കുന്നു. അപ്പോൾ യേശു ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുഖം പ്രാപിക്കണം എന്ന് നിനക്ക് മനസ്സുണ്ടോ? ആഗ്രഹം എന്നുള്ള വാക്കാണ് മലയാളത്തിൽ പല ട്രാൻസ്ലേഷനും കാണുക. പക്ഷെ യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിൻ്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്, ആർ യു വില്ലിങ് ടു ബി ചേഞ്ച്ഡ്? നിനക്ക് മനസ്സുണ്ടോ? കാരണം നീ മനസ്സ് വെച്ചാൽ മാത്രമേ നിന്നിലെ മാറ്റം നിന്നിൽ നടക്കുകയുള്ളൂ. നീ മാറണമെന്ന് നീ ആഗ്രഹിച്ചതുകൊണ്ടോ, നീ മാറണമെന്നുള്ളത് നിന്റെ ആവശ്യമായതുകൊണ്ടോ, നീ മാറണമെന്നുള്ളത് നിന്റെ വീട്ടുകാരും നാട്ടുകാരും ആഗ്രഹിച്ചതുകൊണ്ടോ ഒന്നും നീ മാറാൻ പോകുന്നില്ല. നീ മാറാൻ നീ മനസ്സ് വയ്ക്കണം. നീ മനസ്സ് വെച്ചാൽ മാത്രമേ നന്നാവാൻ നിനക്ക് സാധിക്കൂ. മനസ്സ് വെച്ചാൽ നിനക്കും സാധിക്കും. അപ്പോൾ ആഗ്രഹത്തിനപ്പുറത്തേക്ക് മനസ്സ് വെച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയണം. ആ മനസ്സ് വെക്കുന്നതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഡിറ്റർമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഡിസിഷനിൽ നിന്നും ഡിസയർ, ഡിസിഷൻ, ഡിറ്റർമിനേഷൻ, ആ ഡിറ്റർമിനേഷനിലേക്കുള്ള ആ ഒരു യാത്രയാണ് ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യബോധത്തോടുള്ള യാത്ര എന്ന് പറയുന്നത്. മറ്റൊന്നും ആ ലക്ഷ്യബോധമുള്ള യാത്രയല്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറയുന്ന പോലുള്ള യാത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരാ, എങ്ങനെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചുവോ, എങ്ങനെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിടത്തേക്ക് പോകാനായിട്ടുള്ള ആ മനസ്സ് വയ്ക്കലാണ് ഉറച്ച തീരുമാനം. അങ്ങനെ നല്ലൊരു മാറ്റത്തിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഉറച്ച തീരുമാനത്തോടെ
നല്ല മനസ്സ് വെച്ച് മുന്നേറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മുടെ പ്രയത്നമാണ് ആവശ്യം. ആ പ്രയത്നം നമ്മൾ നടത്തിയാൽ നമുക്കും നന്നാവാൻ സാധിക്കും. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.